ഗുഡ് മോർണിംഗ്. ഞാൻ നമുക്ക് നിങ്ങളോട് പറയുന്നത് കുറച്ച് കൃഷിയുടെ കാര്യങ്ങളാണ്. നമ്മുടെ തൊട്ടടുത്ത് മാടക്കത്തറ പഞ്ചായത്തിലെ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം അകലെയാണ് KVK കൃഷി വിജ്ഞാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ സ്മിത, അസിസ്റ്റന്റ് പ്രൊഫസർ സ്മിത നമ്മുടെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ സ്മിതയുടെ അവിടെ നിന്ന് ആ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അവിടെ 5 കർഷകർക്ക് അവർ പച്ചക്കറി കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപർണയാണ് അതിൻ്റെ അവിടുത്തെ കുട്ടി അപർണയാണ് നമുക്കത് കൊടുത്ത്. അപർണയുടെ ഒരു ചെറിയ പ്രോജക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് ആദ്യം കുറച്ച് മിളക്, അത് ഇത്തിരി തൈയായിട്ടുള്ളത്, പിന്നെ വെണ്ടയും പയറിൻ്റെയും വിത്തുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വെണ്ടയും ആ പയറും നമ്മൾ പാകിയിട്ട് എത്രത്തോളം എന്ന് നിങ്ങൾക്കിപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അതിന് ചേർത്തിട്ടുള്ള വളങ്ങളും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അതാണ് ഈ പച്ചമുളകിന് ആ മണ്ണിൻ്റെ ഒപ്പം നമുക്ക് അവർ ഇതുപോലൊരു വളം കൂടി തന്നിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെ അത് ഇത്തിരി വലുതായ കാരണം ഞാൻ ഈ ന്യൂട്രിസ്റ്റിക് ആദ്യം തന്നെ വെച്ചു. പിന്നെ പച്ചമുളക് 3 നേരത്തെ വെച്ചു. പച്ചമുളകിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മുളക് ഉണ്ടായി തുടങ്ങി. അതുപോലെ ഇത് 3ലും ഈ സ്റ്റിക്ക് നമ്മൾ വെച്ചു. അപ്പൊ ഈ പയറൊക്കെ വലുതായി. ഇനി പയറിന് നമ്മൾ ഈ പറിച്ച് നടാണ്. 10 സെന്റിമീറ്റർ അകലത്തിലാണ് ഈ ന്യൂട്രിസ്റ്റിക്ക് വെക്കേണ്ടത്. അപ്പൊ പയറൊക്കെ നമ്മൾ കുറച്ചൊക്കെ പറിച്ച് പിന്നെ വേറെക്ക് നടാൻ പോവാണ്. ഇതിലൂടെ ആഴത്തിൽ കുഴിച്ചിടാൻ പോവാണ്. കുറ്റിപ്പയറാണത്. ഈ ന്യൂട്രീഷൻ 10 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മളത് വെക്കേണ്ടത്. അങ്ങനെ ഓരോന്നിന്നും നമ്മൾ എടുത്തിട്ട് എല്ലാതും മാറ്റി മാറ്റി കുഴിച്ചിടാണ്. പിന്നെ വണ്ടിയുണ്ട്, അതൊക്കെ മാറ്റി കുഴിച്ചിടാണ്. എല്ലാതും മാറ്റി മാറ്റി കുഴിച്ചിടാൻ പോവാണ്.
ളൊക്കെ പറിച്ച് നട്ടു. ഇത് വെണ്ട, പയറുകൾ, ഇത് മുളകിൽ ചെറുതായിട്ട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായി. തുമ്പിലൊരു ചെറിയ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിട്ടില്ല. പൂവിട്ടിട്ടുണ്ട്, പക്ഷെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞാനിപ്പോൾ പറിച്ചു നട്ടതാണ്. ഇപ്പോൾ നനച്ചു കൊടുത്ത് ഉഷാറായിട്ട് വരില്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ വളർച്ചകൾ നമുക്ക് പിന്നീട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.